മറ്റേയാളെ പറ്റി അധികം പറയണ്ട, അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രി ഈ സംസാരിക്കുന്നത് നിലമ്പൂരിലെ മുൻ MLA കുറിച്ചാണ്. നിലമ്പൂർ ഇലക്ഷനെ കുറിച്ച് മുഖ്യമന്ത്രിയോട് ഇന്നലെ വാർത്താ സമ്മേളനത്തിനിടെ ചോദ്യമുണ്ടായിരുന്നു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തക ചോദിച്ച ചോദ്യമാണ്, PV അൻവർ പോയതിപ്പോൾ നന്നായില്ലേ എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ ഇടതുപക്ഷത്തിനെതിരെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകരും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. എന്തായാലും മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുന്നുണ്ട്. മാത്രമല്ല നിലമ്പൂരിലെ ഇലക്ഷനെ കുറിച്ചും മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇടതു മുന്നണിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവുമല്ലോ. ഞങ്ങളുടേതായ ഒരു രീതിയുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാധാരണഗതിയിൽ ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാലാണ്. അപ്പോൾ ആ പ്രഖ്യാപനം കഴിഞ്ഞു ഇപ്പോൾ ആലോചനകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ പരിസമാപ്തി അടുത്ത ദിവസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പ്രഖ്യാപനവും നടത്തും. മറ്റേയാളെ പറ്റി അധികം പറയണ്ട, അതെല്ലാവരും കറിവേപ്പില പോലെ കളഞ്ഞല്ലോ. അതിൽ യഥാർത്ഥത്തിൽ അതാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ഏത് തെരഞ്ഞെടുപ്പിലും സാധാരണഗതിയിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അതിലെന്താ പ്രത്യേക പ്രശ്നം വന്നിരിക്കുന്നത്? അത് സ്വാഭാവികമല്ലേ. അവിടെയുള്ളവർ കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞില്ലേ എന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അതുമാത്രമല്ല, LDFന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് ഒരു പ്രത്യേക സമയമുണ്ട്. അതിന് ഭാഗമായിട്ട് നാളെയോ അടുത്ത ദിവസങ്ങളിലോ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഒരു ലേറ്റും ആയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, ഇലക്ഷൻ ഈ ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എല്ലാ ഇലക്ഷനും അങ്ങനെ തന്നെ അല്ലേ എന്നൊരു മറുചോദ്യം മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാലും നിലമ്പൂരിൽ UDF നടക്കുന്ന കാര്യങ്ങളൊന്നും LDFനെ ബോധർ ചെയ്യുന്നേയില്ല. അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ പ്രകടമാണ്. മുഖ്യമന്ത്രിയും LDFും CPM ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ള. ഈ 1-ാം തീയതി വരുന്ന ഞായറാഴ്ച മുഖ്യമന്ത്രി നിലമ്പൂരിലുണ്ട്. നിലമ്പൂരിൽ മുഖ്യമന്ത്രിയുടെ സമ്മേളനമുണ്ട്. അവിടെ വെച്ച് അതും നിലമ്പൂരിലെ ആദ്യത്തെ ഇലക്ഷൻ കൺവെൻഷൻ കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ സുപ്രധാനമായിട്ടായിരിക്കും കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി ടെൻഷനുമില്ല. മറ്റേയാൾ കറിവേപ്പില ആയില്ലേ എന്നൊരു ചോദ്യമാണ് മുഖ്യമന്ത്രി PV അൻവറിനെ കുറിച്ച് പറഞ്ഞത്.